കണ്ണൂർ തലശ്ശേരി കണ്ടിക്കലിൽ പ്ലാസ്റ്റിക് റീസൈക്കിൾ യൂണിറ്റിലുണ്ടായ തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോൾ തുടരുകയാണ്. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് തലശ്ശേരിയിൽ നിന്ന്. അജീഷ്, ഇപ്പോഴും ഈ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണോ? വലിയ പുകച്ചുരുളുകൾ കാണുമ്പോൾ വലിയ തീപിടുത്തമാണെന്ന് ആണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്മിത, ഹാഷ്മി, വലിയ തീപിടുത്തം തന്നെയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് 2:50-നാണ് ഈ ഫാക്ടറിയിൽ തീ പിടിച്ചത്. അത് ഇപ്പോഴും അങ്ങനെ തന്നെ അത്രയും വലിയ പുകയാണ് ഇവിടെ ഇപ്പോഴും ഉയരുന്നത്. 12 മണിക്കൂർ കഴിഞ്ഞു ഈ തീ അണയ്ക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ട്. ആദ്യം 3 യൂണിറ്റ് ഫയർഫോഴ്സാണ് ഇവിടേക്ക് എത്തിയത്. പിന്നീട് കൂടുതൽ സ്ഥലങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇങ്ങോട്ടെത്തി. ഇന്നലെ ഉച്ച മുതൽ തന്നെ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുകയായിരുന്നു. പക്ഷേ തീ പൂർണ്ണമായിട്ടും കെട്ടില്ലായിരുന്നു. കാരണം ഇത് വലിയൊരു ഫാക്ടറിയാണ്. അതായത് ഈ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് യൂണിറ്റ് ആണ്. ഇവിടത്തേക്ക് വേണ്ടിയിട്ടുള്ള പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ച് വെച്ച് അത് പൊടിച്ച് അത് തമിഴ്നാട്ടിലെ ഇവരുടെ ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഗോഡൗൺ ആണ്. അതുകൊണ്ട് തന്നെ കെട്ടുകണക്കിന് തന്നെ വലിയ ഉയരത്തിൽ തന്നെ ഈ പ്ലാസ്റ്റിക്കുകൾ ഇവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ്ട് നല്ല പൊക്കത്തിൽ തന്നെ പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ആണ് ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം വെൽഡിംഗ് നടക്കുന്നുണ്ടായിരുന്നു ഇവിടെ ഈ ഷീറ്റിൻ്റെ മറ്റു ഭാഗത്ത്. ആ വെൽഡിങ്ങിൽ നിന്ന് വീണ തീപ്പൊരിയിൽ നിന്നാണ്, ഇതിൻ്റെ നടുഭാഗത്ത് നിന്നാണ് ഈ തീ കത്തി തുടങ്ങിയത് എന്നാണ് ആളുകൾ പറഞ്ഞത്, ഇവിടുത്തെ ജോലിക്കാർ പറഞ്ഞത്. അങ്ങനെ ഇത് മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുകയായിരുന്നു. ഇതൊരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഏരിയ ആണ്. തൊട്ടടുത്തു തന്നെ മറ്റു വ്യവസായ സ്ഥാപനങ്ങളുണ്ട്, ഫാക്ടറികളുണ്ട്. ഇതിനടുത്ത് ഓട്ടോമൊബൈൽ ഫാക്ടറികളുണ്ട്. അങ്ങനെ ഈ ഫാക്ടറികളിലേക്കും ഒക്കെ കുറച്ച് ഭാഗത്തേക്ക് തീ പടർന്നെങ്കിലും പെട്ടെന്ന് തന്നെ ആ ഭാഗത്ത് ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിരുന്നു. ഈ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നടക്കം പ്രത്യേക, അതായത് ലോങ് റേഞ്ചിലുള്ള ഫയർ യൂണിറ്റുകൾ ഇങ്ങോട്ടേക്ക് എത്തി ഈ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല. കാരണം അത് ഏതാണ്ട് ഇന്നലെ രാത്രി തന്നെ ഈ ഫയർ യൂണിറ്റ് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള ഫയർ യൂണിറ്റ് എത്തിയിരുന്നു. പക്ഷെ അതും ഫലം കണ്ടില്ല എന്ന് വേണം പറയാൻ. അത്രയധികം വലിയ തീപിടുത്തമാണ് ഇവിടെ ഉണ്ടായത്. ഇപ്പോഴും ഈ തീ അണയ്ക്കാനുള്ള ശ്രമം ഇവിടെ നടക്കുകയാണ്. തൊട്ടടുത്ത് ഇതിനോട് ചേർന്ന് പുഴയുണ്ട്. ഈ പുഴയിൽ നിന്ന് 2 മോട്ടോർ വെച്ച്, അതായത് ഫയർ യൂണിറ്റുകൾ സാധാരണ ഉപയോഗിക്കുന്നത് വെള്ളം ശേഖരിച്ച് കൊണ്ടുവന്ന് അടിക്കുന്നതാണ്. പക്ഷേ ഇതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഈ വെള്ളം തളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചില പോലീസുകാർ സാർ ഇത് അത്രയധികം പ്ലാസ്റ്റിക്കുകൾ കൂട്ടിയിട്ടൊക്കെയാണോ? അത് ഇനി ഒരുപാടുണ്ടോ കത്തിത്തീരല്ല, കത്തിയത് തന്നെ ഉരുകിയിട്ട് ബോളുകളായിട്ട് വന്നില്ല. അത് തന്നെയാണ് പിന്നെ ഉരുകിയിട്ട് കൊണ്ട് കത്തിക്കൊണ്ടിരിക്കുന്നത്. അത്രയും സാധനങ്ങൾ ഉണ്ടായിരുന്നു, പ്ലാസ്റ്റിക്കുകൾ ഉണ്ടായിരുന്നു. അത്രയും ബൾക്കായിട്ട് സൂക്ഷിച്ചു വെച്ചതാണ്. ഈ ഷീറ്റ് ഇത് തകരാൻ അതിന്റെ ഷീറ്റിന്റെ ഭാഗമാണോ? ഇരുമ്പ് ഭാഗം? ഇരുമ്പ് ഭാഗം ഷീറ്റിന്റെ ഭാഗമാണ്. ഇപ്പൊ ഇന്നലെ ഉച്ച മുതൽ തുടങ്ങിയതിൽ ഇപ്പൊ എന്തൊക്കെയാണ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഇത് ഇനി കോരി മാറ്റിക്കാം, JCB ഉപയോഗിച്ച് കോരി മാറ്റി കഴിഞ്ഞാലേ പൂർണ്ണമായും അണക്കാൻ പറ്റും. ഇപ്പോൾ അത് വീണ്ടും ഇത് വെള്ളം അടിച്ചു കഴിഞ്ഞിട്ടും അടിഭാഗത്തൊന്നും വെള്ളം എത്താത്തതുകൊണ്ട് ആ ചൂട് ഉപയോഗിച്ചിട്ട് വീണ്ടും കത്തി വരുന്നതാണ്. അതാണ് ഈ പുക, അടിയിൽ തീ ഉണ്ടായിട്ട് പുക ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഭാഗത്തേക്ക് എത്തുന്നതിന് മുമ്പ്, വാഹനത്തിൽ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ കിലോമീറ്റർ അപ്പുറത്ത് തന്നെ ഇതിൻ്റെ പുക കാണാൻ വരുന്നു. അത്രയും ഉയരത്തിലാണ് ഈ വിഷപ്പുക ഉയരുന്നത്. പ്ലാസ്റ്റിക്കുകളാണ് കത്തി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടുന്ന് കാണുന്ന പോലെ തൊട്ട് ചേർന്ന്, ഇതിനോട് ചേർന്ന് തന്നെ പുഴയുണ്ട്, കണ്ടൽക്കാടുണ്ട്. ഈ പുഴയിൽ നിന്ന് 2 മോട്ടോറുകൾ ഉപയോഗിച്ചിട്ട് വലിയ തീപിടുത്തമായിരുന്നു. ഇപ്പോഴും ഇന്നലെ രാത്രി ഇന്ന് രാവിലെയും കാണുന്ന കട്ടപ്പുക അത് എത്രത്തോളം വലിയ തീപിടുത്തമാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോഴും പൂർണ്ണമായി തീ അണയ്ക്കാൻ കഴിയുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.